ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ സൂപ്പർ കപ്പിനുള്ള ഫിക്സ്ചർ ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. ഏപ്രിൽ 20 ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം ഇത്തവണത്തെ സൂപ്പർ കപ്പും ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതേ ദിവസം തന്നെ മോഹൻ ബഗാന്റെ ഒരു മത്സരമുണ്ട്. ഐ ലീഗിലെ 3-ാം സ്ഥാനക്കാരാണ് മോഹൻ ബഗാന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈസ്റ്റ് ബംഗാളിനെ ആദ്യഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറികടന്നു എന്ന് കരുതുക. എന്നാലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. കാരണം അവിടെ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിപ്പുണ്ടാവും. ഐ ലീഗിലെ 3-ാം ക്ലബിനെ മോഹൻ ബഗാൻ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. മൂന്നാമതായിക്കൊണ്ട് ഒരു ക്ലബിനെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഏതായാലും ഈസ്റ്റ് ബംഗാളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയാൽ 90% അവിടെ മോഹൻ ബഗാന് ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിക്കൊണ്ട് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് ഒരു വ്യക്തമാണ്. ഇനിയിപ്പോൾ മോഹൻ ബഗാന് ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറികടന്നു എന്ന് കരുതുക. അപ്പോൾ സെമി ഫൈനലിൽ അവിടെ വരാൻ സാധ്യതയുള്ള ടീമുകൾ ഒന്ന് FC ഗോവയാണ്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. അല്ലെങ്കിൽ ഐ ലീഗിലെ രണ്ടാമത്തെ ടീം വരും. അതല്ലെങ്കിൽ ഒഡീഷയോ പഞ്ചാബോ വരും. FC ഗോവ അവിടെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നത് ഈ ഒരു ഫിക്സ്ചറിൽ നിന്നും വളരെ വ്യക്തമാണ്. ബംഗളൂരു FCയും അതുപോലെ തന്നെ ഐ ലീഗിലെ 1-ാമത്തെ ടീമും തമ്മിലാണ് ഏറ്റുമുട്ടുക. അതുപോലെ തന്നെ മുംബൈ സിറ്റിയും ചെന്നൈയിൻ FCയും തമ്മിൽ ഏറ്റുമുട്ടും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ എതിരാളികൾ മുഹമ്മദൻ SC ആണ്. അതുപോലെ തന്നെ ജംഷഡ്പൂരും ഹൈദരാബാദും തമ്മിലാണ് ഏറ്റുമുട്ടുക. പഞ്ചാബും ഒഡീഷയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ FC ഗോവയുടെ എതിരാളികൾ ഐ ലീഗിലെ 2-ാമത്തെ ടീമാണ്. ഇങ്ങനെയാണ് ഈ ഒരു ആദ്യ ഘട്ടത്തിലെ ഫിക്സ്ചർ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.